കർക്കിടകത്തിൽ ദുരിതമകറ്റാൻ മാടായിക്കാവിന് സമീപം മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി. നാടിന് ഭവിച്ച എല്ലാ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം കൈവരുത്തുവാൻ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ. കർക്കിടകത്തിലെ 16-ാം നാളിലാണ് മാരിത്തെയ്യങ്ങൾ പുറപ്പെടുക. മാരിക്കലിയൻ, മാരിക്കക്കലിയൻ, മാരിക്കലച്ചി, മാമായക്കലച്ചി, മാരിക്കുളിയൻ, മാമായക്കുളിയൻ എന്നീ 6 തെയ്യക്കോലങ്ങളാണ് 118 കൂട്ടം ശനിയെ ഒഴിപ്പിക്കുന്നത്. പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട്. നാടിന് ഭവിച്ച എല്ലാ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം കൈവരുത്തുവാൻ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ. കർക്കിടക മാസത്തിലെ 16-ാം നാളിലാണ് മാരിത്തെയ്യങ്ങൾ പുറപ്പെടുക. മാരിക്കലിയൻ, മാമാരിക്കലിയൻ, മാരിക്കലയച്ചി, മാമായക്കലയച്ചി, മാരിക്കുളിയൻ, മാമായക്കുളിയൻ എന്നീ 6 തെയ്യക്കോലങ്ങളാണ് ഈ ദിവസം കെട്ടിയാടുന്നത്. മാടായിലും പരിസര പ്രദേശങ്ങളിലുമാണ് മാരിത്തെയ്യങ്ങൾ കണ്ടുവരുന്നത്. പുലയ മലയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഈ തെയ്യം കെട്ടാനുള്ള അധികാരം. മഹാമാരികളെ ആട്ടിയകറ്റാൻ മാടായിക്കാവ് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിപ്പുറപ്പെടുന്ന തെയ്യങ്ങൾ മാടായിക്കാവ് പരിസരത്തും വീടുകൾ തോറും കയറിയിറങ്ങും. മാരിത്തെയ്യങ്ങൾ നാടിനും നാട്ടുകാർക്കും ബാധിച്ച ശനിയെ ഒഴിപ്പിച്ച് ഐശ്വര്യത്തെ കുടിയിരുത്തുമെന്നതാണ് വിശ്വാസം. 16-ാം നാളിൽ മാടായി തിരുവർക്കാട്ടുകാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കുക. മഹാമാരികളെയും ദോഷങ്ങളെയും ആവാഹിച്ച് തൊട്ടടുത്ത പുഴയിലോ കടലിലോ ഒഴുക്കിക്കളയുന്നതാണ് ഈ തെയ്യത്തിലെ പ്രധാന ചടങ്ങ്. പൊയ്മുഖം കുരുത്തോല കൊണ്ടുള്ള ഉടയാടകളും ആടയാഭരണങ്ങളും അണിഞ്ഞെത്തുന്ന തെയ്യം തുടിതാളത്തിന്റെ അകമ്പടിയോടെയാണ് പുറപ്പെട്ടു പോരുന്നത്. ഭയപ്പെടുത്തുന്ന മഹാമാരികളെ കൺമുന്നിൽ കെട്ടിയാടി അവരെ പ്രീതിപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് ഇവർ ചെയ്യുക. അതോടെ മനുഷ്യർ ദുരിതങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും വിമുക്തനാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാടായിക്കാവില് 16-ന്, അതായത് ഇവിടുത്തെ ചിറക്കൽ കോവിലും തമ്പുരാന്റെ കീഴിലില്ല. അതായത് ചിറക്കൽ കോവിലല്ല, ഒരു ചേരമാൻ പെരുമാളുടെ കാലത്ത് ഇല്ല ക്ഷേത്രങ്ങളിൽ. അന്ന് ഭരിച്ച രാജാക്കന്മാർ ഇവിടെ ചെറുക്കൽ കോവിലിൽ ചെറുക്കൽ രാജാക്കന്മാർ ഒരുക്കുമ്പോൾ ചെറുക്കൽ കോവിലകം വകയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് അമ്പലങ്ങളിലെ പൂജകളെല്ലാം മുടങ്ങിക്കിടങ്ങി നാട്ടിലെ പൂജാരിമാർക്കും അമ്പലത്തിന് ചുറ്റും പൂജ വയ്ക്കുന്നവർക്കും നല്ല ചെവിടി വയ്ക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, ഇങ്ങനെയില്ല ഇതെല്ലാം വന്നപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് മാരി ശനി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്നത്. ആ ക്ഷേത്രങ്ങളിൽ പൂജ കഴിക്കാൻ ഇതിന് പറ്റിയ ഒരാൾ വേണം. കുറേ ആളുടെ നോക്കി അവർക്കെല്ലാം കുറച്ച് കഴിയുന്നില്ല. ബാക്കി ഓരോരുത്തർ ഈ 2 ഇത് മാത്രം മാരിനെ മാത്രം അയക്കണം. പക്ഷെ ബാക്കിയിലെ 108 മാരികൾ തെക്കൻ തറവ് തെക്കൻ പൊള്ള ആചാര പേരിൽ ഒരാളുണ്ട്. അങ്ങനെ കൊണ്ടുപോയി മാറ്റാൻ കഴിയും. അങ്ങനെ ആ പൊള്ളനെ വിളിച്ച് ഈ 16-ാം നാള് പൊള്ള കൊടുത്ത വാക്കാണ് കർക്കിടകം 16-ന് മാടായിക്കാവിൻ്റെ ശനി നീക്കി കൊടുക്കാൻ അന്ന് തമ്പുരാന് വാക്ക്. ആ വാക്ക് ഇന്നും മുടങ്ങാതെ നടത്തുന്നു. കർക്കിടക മാസത്തിൽ നാട്ടിൻപുറത്ത് പടർന്നു പിടിക്കുന്ന സകല രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ശനികൾക്കുമുള്ള ഒഴിഞ്ഞകറ്റി നാടിനെ ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് മാരിത്തെയ്യങ്ങൾ ചെയ്യുന്നത്. ആര്യനാട്ടിൽ നിന്നും 7 ദേവതമാരുടെ ഒരു കപ്പൽ പുറപ്പെടുകയും ആ നാട്ടിൽ തന്നെ ജന്മം കൊണ്ട മാരിക്കൂട്ടങ്ങൾ ദേവതമാരുടെ കണ്ണുവെട്ടിച്ച് കപ്പലിൽ ഒപ്പം കയറുകയും ചെയ്തു. കടലിൻ നടുവിലെത്തിയപ്പോൾ കാറ്റ് കടന്നുപിടിക്കുകയും അങ്ങനെ കപ്പൽ മലനാടിനരികിലൂടെ കടന്നുപോയപ്പോൾ ദേവതമാർ തട്ടും തടയും വെച്ച് മാരിക്കൂട്ടങ്ങളെ ഇറക്കിവിട്ടുവെന്നും പറയുന്നുണ്ട്. അതോടെ വൻവിപത്തുകൾ മലനാടിനെ പിടികൂടാൻ തുടങ്ങി. മനുഷ്യരും കന്നുകാലികളും പക്ഷികളുമെല്ലാം കടുത്ത രോഗങ്ങൾ ബാധിച്ച് ചത്തൊടുങ്ങിയെന്നും പറയപ്പെടുന്നു. പ്രശ്നപരിഹാരത്തിന് ക്ഷേത്രത്തിൽ നടത്തിയ പ്രശ്നം വയ്പിലാണ് പരിഹാരമായി ഭട്യൻ പൊള്ളയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് തെളിഞ്ഞു കണ്ടത്. ഉടനെ ഭട്യൻ പൊള്ളയെ വിളിച്ചു വരുത്തുകയും മാടായിക്കാവിലെത്തി മന്ത്രങ്ങൾ ചൊല്ലി 118 കൂട്ടം ശനികൾ ദേവിയെയും നാടിനെയും ബാധിച്ചിരിക്കുന്നുവെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. പരിഹാരമാർഗമായി മാരിത്തെയ്യം കെട്ടി മാരിപ്പാട്ട് പാടണമെന്നും അദ്ദേഹം അരുൾ ചെയ്തു. അന്ന് മലനാട് ഭരിച്ചിരുന്ന ചിറക്കൽ തമ്പുരാനും ക്ഷേത്രത്തിന്റെ ഭരണ ഉത്തരവാദിത്തം ചേരമാൻ പെരുമാളിനുമായിരുന്നു. 118 കൂട്ടം ശനികളിൽ 2 കൂട്ടം ശനിയെ മലയനും 1 കൂട്ടം ശനിയെ വണ്ണാനും ബാക്കി വരുന്ന ശനിയെ പുലയനും മാത്രമേ ഒഴിപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് മലയ
പുലയ സമുദായത്തിൽപ്പെട്ടവർ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി ദേവിയെയും നാടിനെയും ബാധിച്ച ശനിയെ ഒഴിപ്പിച്ചു എന്നതാണ് വിശ്വാസം. തുടർന്നിങ്ങോട്ട് കർക്കിടകം 16-ാം നാളിൽ എന്നും മാടായിക്കാവിൽ നിന്നും വീടുകൾ തോറും കയറിയിറങ്ങാൻ മാരിത്തെയ്യങ്ങൾ എത്തും. വീടുകൾ തോറും സഞ്ചരിച്ച് ശനിയെ ആവാഹിച്ച തെയ്യങ്ങൾ ഉറഞ്ഞ് കടലിലേക്ക് നീങ്ങും. ആവാഹിച്ചെടുത്ത ശനിയെ ആര്യനാട്ടിൽ തന്നെ പറഞ്ഞയച്ച് നാടിനെ ബാധയിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ഐശ്വര്യപൂർണമായ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങുകയായി. സിറ്റി ന്യൂസ്, കണ്ണൂർ.